ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. മേക്ക് ഓവർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ഇവിടെ എല്ലാ സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയൊരു മേക്ക് ഓവർ. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമോ അറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീഡിയോ എടുക്കണം എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കിട്ടണമെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചെറിയൊരു റൂമുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലാക്കാമെന്നാണ് കരുതിയത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അറിയുമ്പോൾ അത് നമ്മളെ റൂമിൻ്റെ ഒരു പുറത്തേക്ക് തള്ളിയിട്ട് നിൽക്കണ വേറെ റൂമാണ്. അതായത് ഈ ബാൽക്കണിയൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ ഈ തോരയിടാനൊക്കെ പറ്റുള്ളൂ. അവിടെ അങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ടായിനി, ഞാൻ അവിടെ ചെയ്യാമെന്ന് കരുതിനി. പക്ഷെ കുറച്ചൊക്കെ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിനി. കുറച്ചൊക്കെ അധികം വെളിച്ചം കിട്ടുന്ന സ്പേസ് ആകുമ്പോൾ പിന്നെ നല്ലതാവുമല്ലോ വീഡിയോ എടുക്കാനൊക്കെ. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിനി. പക്ഷേ അവിടെ AC അങ്ങോട്ടുണ്ടാവില്ല. പക്ഷേ ഭയങ്കര ചൂടായിക്കാരം. ഇങ്ങനെ തുറന്നിട്ട സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാൻ കഴിയില്ല, ഭയങ്കര ചൂടായിട്ട്. പിന്നെ പുറത്തുനിന്നുള്ള പൊടിയൊക്കെ അതും അങ്ങനെ കുറേ ആയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി വെറുതെ റിസ്ക് എടുക്കലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ അകത്തന്നെ അങ്ങനെ സിറ്റ് ഔട്ടിൽ, അതായത് ഹാളിലുണ്ടാവുമല്ലോ, അവിടെ അങ്ങനെ ഒരു ജനൽ പോലെ അങ്ങനെ ഒരു ഇതുണ്ടായിനി. അപ്പോൾ അതിൻ്റെ അവിടെ അങ്ങനെ വെച്ചിട്ട് ടേബിൾ അതിൻ്റെ മുന്നിലാക്കി ഇടാന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇതിൽ ഞാൻ പകുതിയേറും നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നതാണ്. പകുതിയേറൊന്നും പറയാനൊന്നുമില്ല, ആകെ 2-3 സാധനങ്ങളെ കൊടുന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നാട്ടിൽ നിന്ന് കൊടുന്നതാണ്. പിന്നെ കുറച്ച് ഇങ്ങനെ സാധനങ്ങൾ ഇവിടുന്നായിട്ട് ഇങ്ങനെ വാങ്ങിച്ചതുകൊണ്ട് ഞാനിങ്ങോട്ട് വരുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിച്ചാണ്ട് കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിനി. പിന്നെ എല്ലാം സെറ്റാക്കി ഈ ലഗേജൊക്കെ ആക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെയിറ്റിൻ്റെ ഇത് വന്നപ്പോൾ ഞാനത് വേണ്ട കരുതിയിട്ട് അങ്ങനെ അവിടെ തന്നെ വെച്ച്. അതാ പിന്നെ ഞാൻ അത്യാവശ്യമുള്ള 2-3 സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം ഞാൻ അവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ മേശമാക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടിയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടില്ലതാ കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അയിമല്ലേ ഈ കേട് വന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഈ വെള്ളത്തിലിടുമ്പോൾ ചില ഇലകളൊക്കെ വേഗം ഇങ്ങനെ ഒരു ഇതാവുമല്ലോ, ഒരു കൊയ്പ്പ് പോലെ ആവുമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഇതിൻ്റെ വിത്ത് ചാടിയിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ കുറച്ച് ഇലയൊക്കെ വന്നിട്ടുണ്ടായമേ. ഈ ഒരു ചെടി ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് ഉണ്ടാവണത് കണ്ടിരിക്കണം, അല്ലാതെ വെള്ളത്തിലിട്ടാണ്ട് ഉണ്ടാവണത് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കിട്ടിയപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചെന്നുള്ളൂ. പക്ഷെ അതിനെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാത്തിനും അടിയിൽ വേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അയിമന്ന് തന്നെ അതിൻ്റെ വിത്ത് ചാടിയിട്ട് അതിങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ഒന്നുകൂടെ നല്ല വൃത്തിയാക്കിയിട്ടെടുത്ത്, ചിലതിങ്ങനെ ചീഞ്ഞു പോകുമല്ലോ ചില തണ്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടിട്ട് ഒന്ന് ശരിയായി ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പോപ്കോണിൻ്റെ ഇതുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പോപ്കോൺ അത്രയ്ക്ക് ഇഷ്ടമില്ല. എന്നാൽ ഇത് ഞാനിവിടെ നിന്ന് കണ്ടപ്പോൾ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചാട്ടോ. അല്ലാതെ പോപ്കോൺ ഞാൻ ആദ്യം കൊടുത്ത്, ഈ ഒരു സംഭവം ഞാൻ കൊടുത്ത്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളുണ്ടാവില്ല, അതായത് പശ, പെന്ന്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, അങ്ങനത്തെയൊക്കെ ഞാൻ അതിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ 2 സെയിം കളറിലെ ഒരു ഇതുണ്ടല്ലോ, ഒരു കൊട്ട പോലെ. അപ്പോൾ അതിലേക്ക് ഒന്നിക്ക് ഞാനിങ്ങനെ ഇൻസുലേഷൻ ടൈപ്പ് അങ്ങനത്തെ കുറച്ച് ടാപ്പുകൾ ഉണ്ടാവുമല്ലോ, അത് മാത്രം വെച്ച്, മറ്റേത് പിന്നെ അങ്ങനെ ഫ്രീ ആക്കിയിട്ട് അങ്ങനെ വെച്ചും ചെയ്ത്. സാധനങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ വെക്കാനും ഇതില്ല. ഇനിയൊക്കെ എല്ലാം വാങ്ങണം. ആകെ ഒരു പെന്ന് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത്. ഇനി പെൻസിൽ കളറ് അങ്ങനത്തെ ഒക്കെ ഇവിടെ നിന്ന് വാങ്ങണമെന്നുണ്ട്. പിന്നെ ഈ ഒരു മിനി ഫ്രെയിമും ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ കൊടുക്കണം കേട്ടോ. അതിലുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. സ്റ്റിക്കറുകളും വേറെ സ്റ്റിക്കറുകളൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വയ്യെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കും ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അവിടെ തന്നെ. അറിയില്ല, അവിടെ എല്ലാ പോലത്തെ സാധനങ്ങളൊക്കെ എല്ലായിട്ട് എന്തോ ഒരു പോലെ കേട്ടോ. ഇത് കുറച്ചല്ലേ, മറ്റേത് ഫുള്ള് ഇങ്ങനെ ഒരു മെസ്സായി കിടക്കണ പോലെ ഇല്ലേനു.
ഇതിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നിൽക്കണ കണ്ടിട്ട് എന്തോ ഇടങ്ങാറ്. ഇനി അതെല്ലാം ഇൻഷാല്ല അങ്ങനെ വാങ്ങണമെന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള പ്രിന്റ്. ഇതിൽ പകുതിയേറും സ്റ്റിക്കർ പ്രിന്റ് ആട്ടോ. നോർമൽ ഷീറ്റല്ല, സ്റ്റിക്കർ പ്രിന്റ് ആണ്. പിന്നെ ഒരു കവായി സ്റ്റിക്കർ പോലെ ഉണ്ടല്ലോ, അത് നോർമൽ ഷീറ്റാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടൈമിൽ എനിക്ക് കൂടുതലായിട്ടും ഇങ്ങനെ വർക്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലെ സ്റ്റിക്കർ പ്രിൻറ്റും സ്റ്റിക്കർ പേപ്പറും അതേപോലെ നോർമലായിട്ടുള്ള ഫോട്ടോ പേപ്പറും പിന്നെ എൻ്റെ പ്രിൻ്ററത്തെ 2 ഇങ്ക് കഴിഞ്ഞിട്ടുണ്ടായിനി. അതിൻ്റെ ഇങ്ങൊക്കെ വാങ്ങിയിട്ട് പോണ വരെ വർക്ക് ചെയ്യാമല്ലോ എന്നുള്ള രീതിക്ക് ഏതായാലും കളയണ്ടല്ലോ. പിന്നെ നമ്മൾ വർക്ക് എടുക്കാതെ എന്നാൽ തന്നെ പിന്നെ നമുക്ക് കസ്റ്റമറൊക്കെ ഇങ്ങനെ താന്ന് പോവും, ഒന്നും ഇല്ലാതെയാവും ലാസ്റ്റേക്ക്. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം വരെ എല്ലാ വർക്കൊക്കെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചതേനി. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ആ പേപ്പറുകളൊക്കെ വെറുതെ വേസ്റ്റായി പോവുമല്ലോ, ഞാൻ ചെല്ലുമ്പോഴത്തിന് കേടുവരുമെന്നൊക്കെ ഉള്ള പേടിക്ക് അങ്ങനെ ഇല്ല പേപ്പറിലൊക്കെ അങ്ങനെ സ്റ്റിക്കറും അങ്ങനെ എടുത്തു വെച്ച് ഇങ്ങോട്ട് വന്നാൽ തന്നെ ജേണലൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മൾ ഈ സേവ് ദ ഡേറ്റിനുള്ളതും അങ്ങനെ എന്തിൻ്റെയെങ്കിലുമൊക്കെ പ്രിൻ്റ് എടുത്താൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു പേപ്പർ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് വശത്തും അങ്ങനെ പ്രിൻ്റ് എടുക്കലുണ്ട്, സ്റ്റിക്കർ പ്രിൻ്റ് കേട്ടോ. അല്ലാതെ നമ്മൾ കസ്റ്റമർ കൊടുക്കാനുള്ള പ്രിൻ്റൊന്നും എടുക്കലില്ല. അങ്ങനെ എടുക്കുമ്പോൾ ക്വാളിറ്റി ഭയങ്കര കുറവേക്കാരം. മുന്നിൽ ഗ്ലോസി ടൈപ്പും ബാക്കിൽ പിന്നെ ഒരു പേപ്പർ പോലെയല്ല ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ അവിടെ സ്റ്റിക്കറുകളൊക്കെ കൂടുതൽ എടുക്കലുണ്ട്. ഇനി ഇൻഷാ അല്ലാ ഏതായാലും ഞാൻ ഈ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ജേണൽ ചെയ്യണമെന്നുണ്ട്. ജേണൽ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ജേണലിൻ്റെ വീഡിയോ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഈ ഫ്രെയിമുക്ക് വെക്കാനുള്ള ഒരു പ്രിൻ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനങ്ങനെ ഫ്രെയിമുക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ആ സ്റ്റാൻഡിൽ ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ക്യാൻഡിലും പിന്നെ ഒരു ടെഡി ബിയറും ഉണ്ട്. ആ ഒരു ടെഡി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുന്നതാട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ക്യൂട്ടായിട്ടുള്ള ആ ചെറിയൊരു ടെഡി. ഞാൻ കുറേ തിരഞ്ഞിട്ടുണ്ടായിനി. പിന്നെ തിരഞ്ഞ് ഞാൻ പോണ ഷോപ്പിലൊക്കെ തിരഞ്ഞിട്ടുണ്ടായിനി. അവിടെ നിന്നൊന്നും എനിക്ക് കിട്ടിയില്ല, അങ്ങനത്തെ സാധനം അവിടെ ഇല്ലാന്ന് അങ്ങനെ പറയണത്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, അതായത് ഇങ്ങനെ അങ്ങാടിയിൽ കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിനി ഈ സംഭവം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ലോകം മൊത്തം ചുറ്റിയിട്ടുണ്ടായിനി. പിന്നെ എനിക്ക് ലാസ്റ്റ് ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസമാണ് എന്നെ അനിയത്തി അറിയണത്, എടി ഈ സംഭവം അങ്ങനെ നമ്മളെ ഇവിടെ ഉള്ള ഷോപ്പിലുണ്ട് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചതേനി. അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊടുന്ന്. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു സ്റ്റിക്കർ അതായത് ആ സ്റ്റിക്കി നോട്ടാണ്. ഞങ്ങളിവിടെ റൂമിൻ്റെ കുറച്ചടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് എല്ലാം അങ്ങനെ ചെറിയൊരു മാള് പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ ഗിഫ്റ്റിനുള്ള സാധനങ്ങളൊക്കെ ഈ ബോക്സ്, ബൊക്ക ഷീറ്റ്, ഫ്ലവർ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മൾ ടേബിളിൽ വെക്കാൻ പറ്റിയിട്ടില്ല കുറേ ഡെക്കോറായിട്ടുള്ള കുറേ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഈ സ്റ്റിക്കി നോട്ട് ഈ സംഭവം അവിടെ കണ്ടപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. വേറെയും കുറേ തീമുണ്ട്, പക്ഷെ അതൊക്കെ ചെറിയ കുട്ടികളെ തീമുകൾ ഉണ്ടാവുമല്ലോ, അതായത് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റണേ അങ്ങനത്തെ ആട്ടോ. അല്ലാതെ കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ളതും വിൻറ്റേജ് ആയിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് അവിടെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഇതാണ്, അതങ്ങനെ വാങ്ങിച്ചതാണ്. അതിൽ പല ഇതുണ്ട് കേട്ടോ, പല ഷേപ്പിലായിട്ടും. പിന്നെ നമ്മൾ ഈ വീക്ക്ലി ഉണ്ടാവുന്ന നോട്ട്സ് ഉണ്ടാവുമല്ലോ, അത് ഇപ്പോൾ ടു ഡു ലിസ്റ്റ് അങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പം അതങ്ങനെ കണ്ടപ്പം അതങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഞാൻ കാണിച്ച 2 മഗ് ഉണ്ടല്ലോ, അതും ആ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചാട്ടോ. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങോട്ട് പോണത്. സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ പല മോഡൽ മഗ്ഗായിട്ടും പിന്നെ കുറേ നമ്മൾ പിൻട്രസ്റ്റിൽ കാണുന്ന പകുതിയേറെ സാധനങ്ങൾ അവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ കണ്ടുപോരും. ചിലതൊക്കെ കഴിയണമൊക്കെ വാങ്ങും. ഇനി ഏതായാലും വാങ്ങണം ഇൻഷാ അല്ലാ. എന്തായാലും നോക്കട്ടെ. അടുത്ത് പിന്നെ ഈ 2 പ്രിൻറ്റിൻ്റെതാണ്. ഞാൻ 2-3 ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതേപോലെ വാളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അതൊന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ആകെ ഈ 2 ഉള്ളൂ. ഇനി ഏതായാലും ഇല്ലത് വെച്ച് തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ വെക്കുന്നേ. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് കൂടെ ചെയ്യുക കേട്ടോ, എങ്ങനെ ഉണ്ട് വീഡിയോ എന്നുള്ളത്.
അപ്പോൾ ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.